Hello friends, and നമുക്ക് SQL സെർവറിൽ എങ്ങനെയാണ് റിട്ടേൺ വാല്യൂ നോക്കാം. സ്റ്റോർ പ്രൊസീജിയറിൽ ഓട്ടോമാറ്റിക്കായിട്ട് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എപ്പോഴും ഒരു ഇൻറ്റീജർ വാല്യൂ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രൊസീജിയർ എക്സിക്യൂട്ട് സക്സസ്ഫുൾ ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ 0 ആയിരിക്കും. അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ നോൺ 0 ആയിരിക്കും. അതായത് ഫെയിലർ ആണെന്ന് വെച്ചാൽ അതിൻ്റെ വാല്യൂ നോൺ 0 ആയിരിക്കും. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം. അപ്പോൾ ഓക്കെ, നമ്മുടെ ഇവിടെ കസ്റ്റമർ എന്ന് പറഞ്ഞിട്ട് ഇത് ഓൾറെഡി ഉണ്ട്. ഓക്കെ, നമ്മളൊരു പ്രൊസീജിയർ എഴുതുകയാണ്. അതായത് കസ്റ്റമറുടെ ID വെച്ചിട്ട് നമുക്ക് കൺട്രി ID എന്ന് ജസ്റ്റ് നെയിം ഒന്ന് ഡിസ്പ്ലേ ചെയ്യണം. ഓക്കെ, റെക്കോർഡ് ഒന്ന് ഡിസ്പ്ലേ ചെയ്യണം. ഓക്കെ, നമ്മൾ ക്രിയേറ്റ് പ്രൊസീജിയർ get customer. വാല്യൂ നമ്മൾ പാസ് ചെയ്യുന്നത് കൺട്രി ID ആണ്, കസ്റ്റമർ ID ആണ്. കസ്റ്റമറോട് കൊടുത്ത് ആസ് എന്ന് പറഞ്ഞു കൊടുത്തു. എന്ത് കൊടുക്കാം? ബിഗിൻ എൻഡ്. ഓക്കെ, അതിനുള്ളിൽ നമ്മൾ എന്ത് പറഞ്ഞു? സെലക്ട് സ്റ്റാഫ് കസ്റ്റമർ. അതായത് നമ്മൾ ആ കസ്റ്റമറിലുള്ള ഡാറ്റ എടുത്തിട്ട് എന്ത് ചെയ്യണം? കസ്റ്റമർ നമുക്ക് ആ റെക്കോർഡ് മാത്രമേ ആവശ്യമുള്ളൂ. ഫസ്റ്റ് റോ മാത്രമേ ആവശ്യമുള്ളൂ. കസ്റ്റമർ ഐഡിയിലുള്ള റോ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. കസ്റ്റമർ ഐഡി. ഓക്കെ, നമ്മൾ എന്താ ചോദിച്ചാൽ ഒരു പ്രൊസീജിയർ ഉണ്ടാക്കി അതിലേക്ക് കസ്റ്റമർ ID പാസ് ചെയ്തു. അതിനനുസരിച്ചുള്ള റോ നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടും. ഓക്കെ, അതൊന്ന് ജസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാം. പ്രൊസീജിയർ എക്സിക്യൂട്ട് ആയി. ഓക്കെ, പ്രൊസീജിയർ ഒന്ന് റൺ ചെയ്ത് നോക്കാം. നമുക്ക് ഔട്ട്പുട്ട് വരുന്നുണ്ട്. ഗെറ്റ് കസ്റ്റമർ. ഓക്കെ, ഫസ്റ്റ് റോ ആയിരുന്നു വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പ്രൊസീജിയർ ഇപ്പം ഇതിൽ വന്നിരിക്കുന്ന വാല്യൂ പറഞ്ഞാൽ എന്താണോ നമ്മുടെ പ്രൊസീജിയറിൽ നിന്ന് വരുന്ന ഡിസ്പ്ലേ അത് ആ വാല്യൂസ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് അല്ലേ. ഈ പ്രൊസീജിയറിന്റെ റിട്ടേൺ വാല്യൂ എങ്ങനെ വരുന്നത് നമ്മൾ ജസ്റ്റ് നോക്കാം. നമ്മൾ ജസ്റ്റ് ഈ പ്രൊസീജിയർ കൂടെ പോയിട്ട് നോക്കാം. ഏതാണ്? ഗെറ്റ് കസ്റ്റമർ ആണ് നമ്മുടെ പ്രൊസീജിയർ അല്ലേ. അവിടെ വെച്ച് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് വെച്ചിട്ട് എക്സിക്യൂട്ട് പ്രൊസീജിയർ പറയും. ഓക്കെ, ഇതിൽ കസ്റ്റമർ ID ഉണ്ട്. കസ്റ്റമർ ഐഡിയുടെ വാല്യൂ നമ്മൾ 1 കൊടുക്കും. ഓക്കെ, ജസ്റ്റ് ഓക്കെ. അപ്പോൾ ആ പ്രൊസീജിയർ എക്സിക്യൂട്ട് ആയി. എക്സിക്യൂട്ട് ആയിട്ട് നമുക്ക് നമ്മുടെ ഡീറ്റെയിൽ കസ്റ്റമർ ID 1ന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ. പിന്നെ അതിനൊപ്പം തന്നെ ഇവിടെ കാണിച്ചു അതിന്റെ റിട്ടേൺ വാല്യൂ എന്താണ്? 0. അപ്പോൾ ഈ പ്രൊസീജിയർ സക്സസ്ഫുള്ളി റൺ ആയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ റിട്ടേൺ വാല്യൂ എന്താണ്? 0 ആണ് വന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോയിന്റ് പ്രകാരം ഒരു പ്രൊസീജിയർ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യുകയാണെങ്കിൽ അതിന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. റിട്ടേൺ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഈ പ്രൊസീജിയറിൽ ഒരു എറർ വരുത്താം. ഓക്കെ, ആൾട്ടർ പ്രൊസീജിയർ ഗെറ്റ് കസ്റ്റമർ. ഇതിന് പകരം ഞാൻ നമ്മളുടനെ ഒരു എറർ വരുത്തണം. എന്താ ചെയ്യുക? സെലക്ട് 1/0 അപ്പോൾ
ഡിവൈഡർ 0 എറർ വരും. ഓക്കെ, അപ്പൊ നമുക്ക് അതേമാതിരി ഇവിടെ പറഞ്ഞു 1/0. ഓക്കെ, ഈ പ്രൊസീജിയറിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും? എറർ ആയിരിക്കും അല്ലെ? എക്സിക്യൂട്ട്. ഓക്കെ, നമ്മൾ ഈ പ്രൊസീജിയർ ഒന്നും കൂടെ റൺ ചെയ്യാം. ഇനി ഈ വാല്യൂ റൺ ചെയ്താൽ മതി. ജസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാം. കണ്ടോ, ഇതിന്റെ റിസൾട്ട് എന്തെന്ന് ഇവിടെ റിസൾട്ട് വന്നിട്ടില്ല. അതിന്റെ റിട്ടേൺ വാല്യൂ എന്താണ്? -6 ആണ്. ഓക്കെ, അപ്പൊ ആ പ്രൊസീജിയർ കറക്റ്റായിട്ടല്ല റൺ ചെയ്തിട്ടുള്ളത്. അതിൽ എറർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് എടുക്കുന്ന വാല്യൂ non-zero ആണ്. ഓക്കെ, ഇത് ഇന്റർവ്യൂവിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇതേമാതിരി തന്നെ ഇവിടെ വെച്ചിട്ട് കസ്റ്റമർ ഐ ഡി ഒന്ന് ജസ്റ്റ് റിട്ടേൺ ചെയ്ത് നോക്കി നോക്കാം. ഓക്കെ, റിട്ടേൺ ചെയ്യുന്നത് റിട്ടേൺ കസ്റ്റമർ ഐ ഡി. ഓക്കെ, ജസ്റ്റ് എക്സിക്യൂട്ട് ചെയ്ത് വീണ്ടും ജസ്റ്റ് ഒന്ന് നമ്മൾ റൺ ചെയ്യണം. ഓക്കെ, ഇതിന്റെ റിട്ടേൺ വാല്യൂ എന്താ വന്നിട്ടുള്ളത്? 180. ഓക്കെ, നമ്മൾ കസ്റ്റമർ ഐ ഡി 4 പോസ്റ്റ് ചെയ്യണം. അപ്പം കറക്റ്റായിട്ട് നമുക്ക് എന്താണ് കസ്റ്റമർ ഐ ഡിയിലുള്ള വാല്യൂസ്, ആ വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ ഇൻഡിജർ ടൈപ്പ് ആണ്. ഇനി നമ്മളിവിടെ വെച്ചിട്ട് ഇതിന്റെ ജസ്റ്റ് ഇൻഡിജർ ടൈപ്പ് മാറ്റിയിട്ട് നമ്മളിവിടെ സ്ട്രിംഗ് വാല്യൂ, കസ്റ്റമറുടെ നെയിം കൂടെ എടുക്കണം. ഓക്കെ, നമുക്ക് നോക്കിയാലോ. നെയിം പറഞ്ഞു. ഈ നെയിമിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ കസ്റ്റമറുടെ നെയിം എടുത്തു വെച്ചു. ഓക്കെ, ഇനി നമ്മൾ ഈ വാല്യൂ ആണ് ഇവിടുന്ന് റിട്ടേൺ ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, ഒന്ന് നോക്കാം. കണ്ടോ, കൺവേർഷൻ ഫെയിൽഡ്. എന്താ കാരണം? നമ്മൾ വാർക്കാർ വാല്യൂ ആണ് റിട്ടേൺ ചെയ്യാൻ ശ്രമിക്കുന്നത്. പ്രൊസീജിയർ എപ്പോഴും റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഇൻഡിജർ ടൈപ്പ് ആണ്. ഓക്കെ, നമുക്ക് ഇങ്ങനെ റിട്ടേൺ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സ്ട്രിംഗ് വാല്യൂകൾ റിട്ടേൺ ചെയ്യാൻ പറ്റില്ല. എപ്പോഴും നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റാവുന്നത് ഇൻഡിജർ ടൈപ്പ് വാല്യൂസ് ആണ്. ഓക്കെ, താങ്ക് യു ഗൈസ്.